പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം മത്തായി 6 അധ്യായം 25 വാക്യം മുതൽ. ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ ഇത് നേരെ തിരിച്ചാണ്. ഇന്നത്തെ ലോകത്ത് ഉത്കണ്ഠ മൂലമാണ്, ടെൻഷൻ മൂലമാണ് മനുഷ്യരുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരുന്നത്. മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ ഒരു ടെൻഷൻ അടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെക്കുറിച്ചുള്ള ആകുലത, ഇന്നലകളെക്കുറിച്ചുള്ള കുറ്റബോധം, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഇന്നിനെക്കുറിച്ച് അവൻ മറന്നു പോകുന്നു. അവൻ നാളെകളെ കെട്ടിപ്പടുക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ്. ഭാവിയെക്കുറിച്ച് ആകുലരാണ്. നാളെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും, നാളെ വെള്ളപ്പൊക്കമുണ്ടാകുമോ, നാളെ ഭൂമികുലുക്കം വരുമോ, നാളെ എൻ്റെ തൊഴിൽ നഷ്ടപ്പെടുമോ, നാളെ പ്രതീക്ഷിച്ച ഇൻക്രിമെൻ്റ് കിട്ടാതെ പോകുമോ, നാളെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും, അവന് നല്ല മാർക്ക് കിട്ടുമോ, മകളുടെ വിവാഹം നടക്കുമോ, നല്ല വരനെ കിട്ടുമോ, അവർ സന്തോഷത്തോടുകൂടെ ജീവിക്കുമോ, എൻ്റെ ആരോഗ്യം മോശമാകുമോ, പിന്നെ മരണഭയം. ഇങ്ങനെ ആകുലതകളിൽപ്പെട്ട് മനുഷ്യർ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും ഐ ആം നോ എക്സെപ്ഷൻ ടു ഇറ്റ്. എനിക്കും അപ്പം ഇടയ്ക്കിടയ്ക്ക് കർത്താവ് എന്നെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നില്ലേ, അതൊരു മിറാക്കിളല്ലേ? ഇന്നേ വരെ നീ പട്ടിണി കിടന്നിട്ടുണ്ടോ? കിടന്നിട്ടൊക്കെ ഉണ്ട്, കയ്യിലിരിപ്പുണ്ട്. പഠിക്കുന്ന കാലത്തൊക്കെ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ പൈസ വരും. അത് 1 മാസത്തെ പൈസ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് അടിച്ച് തീർക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഭയങ്കര ദാരിദ്ര്യമൊക്കെ. അതൊക്കെ ഒരു നല്ല ട്രെയിനിങ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം ജീവിതത്തിൽ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെയുള്ള ട്രെയിനിങ് നമുക്കൊരു ബലം നൽകും. ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കുവാനുള്ള ഒരു കരുത്ത് ഇങ്ങനെയുള്ള ചില എക്സ്പീരിയൻസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ കർത്താവ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിന് ടെൻഷൻ അടിക്കുന്നു? നിനക്ക് ഇന്നേ വരെ ആത്മാർത്ഥമായിട്ട് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുള്ള എന്തെങ്കിലും നിനക്ക് കിട്ടാതിരുന്നിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ 5 പ്രാവശ്യം നിന്റെ ജോലി പോയില്ലേ? പക്ഷെ ഓരോ ജോലി പോയ അവസരവും
പിന്നീടുള്ള ഉയർച്ചയ്ക്കല്ലേ കാരണമായിരിക്കുന്നത്. ആ ജോലി പോയില്ലായിരുന്നെങ്കിൽ നീ ആ ജോലിയിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുമായിരുന്നില്ലേ? നിനക്ക് ഇന്നേ വരെ കിട്ടിയ ഓർഡറുകളൊക്കെ നീ പ്രപ്പോസൽ അയച്ചിട്ടെങ്ങാനും ആണോ? നിന്നെ തേടി വന്നവയല്ലേ? ഞാൻ നിന്നിലേക്ക് എത്തിച്ചവയല്ലേ? നിന്റെ കഴിവുകൊണ്ടാണോ നീ പിടിച്ചു നിൽക്കുന്നത്? അതെല്ലാം എൻ്റെ കൃപയല്ലേ? ഞാൻ എത്രമാത്രം നിന്നെ കാത്ത് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നിട്ടും നീ ആകുലപ്പെടുന്നത് എന്തിനാണ്? നിന്റെ ഈ ആകുലതയ്ക്ക് മൂല കാരണം നീ ഇപ്പോഴും നിന്റെ ജീവിതം സ്വന്തമായി പടുത്തുയർത്താൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. നീ എന്നിൽ പൂർണ്ണമായി ശരണം വയ്ക്കുന്നില്ല. അതാണ് നിന്റെ ആകാംക്ഷയുടെ മൂല കാരണമെന്ന് കർത്താവ് ഇടയ്ക്കിടെ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾക്ക് എല്ലാവർക്കും ബാധകമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തിനീ ടെൻഷൻ? എന്തിനീ ഇന്നലെകളുടെ തടവുകാരനായി ജീവിക്കുന്നു? എന്തിനീ നാളുകളുടെ തടവുകാരനായി ജീവിക്കുന്നു? നമുക്ക് ഏഹ്, നമുക്ക് ഇന്നിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരെ? നാളെ, നാളെയുടെ കാര്യം നാളെ നോക്കാം. ഇന്നിൻ്റെ കാര്യം നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ, നമ്മളപ്പോൾ ഒന്നും നീട്ടിവെക്കേണ്ട കാര്യമില്ല. നീട്ടിവെക്കുന്നത് മണ്ടത്തരമാണ്. ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ നാഥനായി ഏറ്റുപറയുന്നത് അത് നാളത്തേക്ക് വെക്കണ്ട, ഇന്ന് തന്നെ ചെയ്യുക. മറ്റുള്ളവരെ കൂടുതലായി സ്നേഹിക്കുന്നത് നാളത്തേക്ക് വെക്കണ്ട, ഇന്ന് തന്നെ ചെയ്യുക. കാരണം നാളത്തേക്കൊരു അവസരം കിട്ടിയില്ലെങ്കിലോ? മറ്റുള്ളവരെ സഹായിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യുക. കാരണം നാളെ ഒരവസരം കിട്ടിയില്ലെങ്കിലോ? മദ്യപാനം നിർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ചെയ്യുക, നാളേക്ക് വെക്കാതെ. കാരണം നാളെ ഒരവസരം കിട്ടുമായിരിക്കും, പക്ഷെ ഇതുമൂലം വേദന അനുഭവിച്ചവരുടെ കണ്ണീരൊപ്പാൻ ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ? അതുകൊണ്ട് നമുക്ക് ഈ നിമിഷത്തിൽ ജീവിക്കാനായി പഠിക്കാം. ഇന്നലെകൾ പോയി കഴിഞ്ഞു. കർത്താവ് പറയുന്നു, നീ മനസ്തപിച്ചു കഴിഞ്ഞാൽ നിന്റെ പാപങ്ങൾ പൊറുക്കുന്നവനാണ് ഞാൻ. ഇന്നലെകളുടെ ബന്ധനത്തിൽ ജീവിക്കേണ്ടവനല്ല നീ. നീ ഒരു പുതിയ മനുഷ്യനാണെന്ന്. ഹൃദയം നിറങ്ങി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ല കുമ്പസാരം നടത്തിയവരെല്ലാവരും ആ നിമിഷം ഒരു പുതിയ മനുഷ്യനാണ്. അപ്പോൾ നമുക്കൊരു വീണ്ടും പറയുന്നു 33-ാം വാക്യം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അവിടുത്തെ രാജ്യം എന്ന് പറയുമ്പോൾ അവിടുത്തെ വചനമനുസരിച്ചുള്ള ഒരു ജീവിതം, അവിടുത്തെ നീതി, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും ശക്തിയോടും കൂടെ ആരാധിക്കുക, വേറൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഇതാണ് അവിടുത്തെ നീതി. ഇത് അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ക്രിസ്തുവിൻ്റെ വചനം മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം കർത്താവ് നമുക്ക് ചെയ്യും. അതാതിൻ്റെ സമയത്ത് ചെയ്തു തരും. അതിനാൽ
നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതാതിൻ്റെ ക്ലേശം മതി. ദൈവം വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കുറ്റബോധങ്ങളിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് ഒരു നല്ല ജീവിതം നയിക്കുവാനായി ദൃഢപ്രതിജ്ഞ ആത്മാർത്ഥമായി ഉരുകിയ ഹൃദയത്തോടെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നലെകളുടെ നൈരാശ്യത്തിനും കുറ്റബോധത്തിനും നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ അതൊരു സ്വാതന്ത്ര്യം. ഇന്ന് നമ്മൾക്ക് ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു തുറവി കിട്ടുകയാണെങ്കിൽ നമ്മൾ എല്ലാവിധ അടിമത്തങ്ങളോടും ഗുഡ് ബൈ പറയുന്നു. മദ്യം വേണ്ട, മദിരാക്ഷി വേണ്ട, മയക്കുമരുന്ന് വേണ്ട. ലോകം മായയാണെന്ന് നമുക്കറിയാം. ഒന്നും പെർമനൻ്റ് അല്ല. പൈസ ഉണ്ടാക്കാനുള്ള നെട്ടോട്ടങ്ങൾ വേണ്ട. അപ്പോൾ നമ്മളെ അതിൽ നിന്നെല്ലാം നമ്മൾ സ്വതന്ത്രരാകുന്നു. വർത്തമാനകാലത്തിലെ ഈ ലോകത്തിൻ്റെ ദുഷ്പ്രേരണകളിൽ നിന്നും നമ്മൾ സ്വതന്ത്രരാകുന്നു. ഇവ രണ്ടും സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ നാളെക്കുറിച്ച് ആകുലപ്പെടുന്നില്ല. കാരണം നമ്മുടെ പ്രത്യാശ കർത്താവിലാണ്. കർത്താവ് നമ്മളെ നോക്കിക്കൊള്ളും എന്നുള്ള വിശ്വാസം നാളെകളെക്കുറിച്ചുള്ള ആകുലതകളിൽ നിന്നും നമ്മളെ വിട്ടുവയ്ക്കാം. ഈ ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആകെ കൂടി ചെയ്യേണ്ടത് ഹൃദയം നുറുങ്ങി പശ്ചാത്തപിക്കുക, കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക, നല്ല ഒരു കുമ്പസാരം നടത്തുക, വീണ്ടും പാപം ചെയ്യാതിരിക്കുക, അതിനുവേണ്ടി വചനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുക. ഈ ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പാപങ്ങളുടെ അടിമയായവൻ അടിമയാണ്. ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. ആ ഒരു ഓഫർ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കാം. യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാം. എല്ലാവർക്കും ഒരു നല്ല സ്വാതന്ത്ര്യ ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. ആമേൻ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. God bless you.